കാനഡയിലത്തെ ഒരു സംഭവമാണ് ഇന്നലെ ഞാൻ കയറി. അതിലുള്ളതാണ് ഇപ്പോൾ വനിതയുടെ വീടിന്റെ പ്രദർശനം ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി കണ്ടു. പോരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പൊരിച്ചൊക്കെ വെച്ചിരിക്കുന്നു. നമ്മുടെ എന്താ പറയുക, കോളിഫ്ലവർ, അതേപോലെ തന്നെ മുളക് ബജി, അത് ഇത്. അപ്പം ഞാൻ കോളിഫ്ലവറിന്റെ ചെറിയൊരു പ്ലേറ്റ് വാങ്ങി. 80 റുപ്പീസ്, 80 രൂപയാണ് അതിൻ്റെ അകത്ത്. അതിന് ചാർജ്. ഫുൾ എയർ കണ്ടീഷനാണ്, സംഭവമൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്ന കച്ചവടം, കച്ചക്കവടം, ഒരുപാട് സംഭവങ്ങളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വർടൈസിങ് ആണ് നടക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് എയർ കണ്ടീഷണർ വാടകയ്ക്ക് ചെയ്യുന്ന ഒരു ടീം എയർ കണ്ടീഷണർ ഇറക്കുന്ന സമയത്ത് ഞാനൊരു ഫോട്ടോ 1-2 ഇട്ട് വാട്സപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ പല രീതിയിലും കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിട്. അപ്പോൾ അതിനെ ജസ്റ്റ് സംസാരിച്ചപ്പോൾ ആ എയർ കണ്ടീഷണറും ആ പന്തലും മാത്രം വാടക വരുന്നത് 60 ലക്ഷം രൂപ ആണ് അയാൾ പറഞ്ഞത്. അപ്പോൾ അത് എത്ര ദിവസത്തേക്കാണെന്ന് എനിക്കറിയില്ല. പിന്നെ അത് കൂടാതെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ അത് ചെയ്യുന്നതിന് ഒരു വലിയൊരു വാടക ഉണ്ടായിരിക്കും. അതുകൂടാതെ എന്തൊക്കെയോ അതിൻ്റെ പിന്നിൽ പ്ലാനുകൾ. വനിതാ വീടാണത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിരവധി ബിസിനസ് സംരംഭങ്ങളുടെ വലിയൊരു കോട്ട ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെക്കേ മൈതാനത്ത്. ഇതൊന്നല്ലട്ടാ, വേറെയും കുറേ സംഭവങ്ങളുണ്ട്. കഞ്ചാവ്, മയക്കുമരുന്ന്, MDMA, ഇതിൻ്റെയൊക്കെ പക്കാ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് തെക്കേ മൈതാനം. പക്ക. അതായത് ഇപ്പോൾ ശരിക്ക് വാച്ച് ചെയ്ത് അവരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ സാധനം ഉണ്ടാവും. കഞ്ചാവ് ഉണ്ടാവും, MDMA ഉണ്ടാവും. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോലീസ് വരുന്നുണ്ട്. പോലീസ് വന്ന് ഇങ്ങനെ ജസ്റ്റ് റോന്തിയിട്ടുണ്ട്. പോലീസ് വരുന്ന സമയത്ത് ജയിച്ചു പോണ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. കുറേ എണ്ണത്തിനകത്താണ്. എന്നാലും അമ്മാതിരി കച്ചക്കവടങ്ങൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പല പല കൊള്ളരുതായ്മകളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒരു ഏരിയ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെക്കേ മൈതാനം. തെക്കേ മൈതാനത്തിനോട് ചേർന്നിട്ട് അനവധി. അതായത് ഭഗവാൻ അതിന് കാണാൻ താല്പര്യമില്ല. അത്രയും കച്ചറയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കാണാൻ താല്പര്യമില്ല എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ട് അടച്ചിട്ട പോലെയാണ് ആ വാതിലിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാൽ 2 ദിവസം തുറക്കും. അത് ഒന്ന് ശിവരാത്രിക്കും ഒന്ന് ഉത്സവത്തിനും. ആ 2 ദിവസങ്ങളിൽ മാത്രം തുറക്കുന്നത് ഭഗവാൻ ഒന്ന് പവർഫുൾ ആയതിനു ശേഷമാണ്. ബാക്കി ഒരു ദിവസം പോലും ഇതൊന്നും കാണാനുള്ള കേൾപ്പ് നമ്മുടെ വടക്കുന്നത് ഇല്ല എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് കാണാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലും മനസ്സിലാക്കാം.